ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് അരുളി ചെയ്ത തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രഭാതത്തിലും നമ്മുടെ കർത്താവിൻ്റെ സ്തുതി നമ്മുടെ അധരത്തിൽ നിന്നും പുറത്തേക്ക് വളരെ ആഴമായ നിലയിലും ശക്തമായ നിലയിലും അത് നിർഗളിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും നാം കേൾക്കുന്ന പ്രഭാത ചിന്ത നമ്മുടെ മനസ്സിന് ആശ്വാസം പകരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി പ്രഭാത ചിന്തയ്ക്കായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രഭാത ചിന്തയിൽ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ആ ഒരു പാർട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്നാൽ ലേഖനങ്ങൾ എന്താണെന്നുള്ള ഒരു ചെറിയ ചിന്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിൽ ഈ ലേഖനം എന്തിനാണ്, അതിൻ്റെ അവസാനമായിട്ടുള്ള ഒരു പോയിൻ്റ് പറഞ്ഞ് ഈ പ്രഭാതത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് നാളത്തെ പ്രഭാതം മുതൽ നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ചുള്ള ചിന്തകൾ കേൾക്കുവാൻ കഴിയും. ഇതിൽ ഫൈനലായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സഭയെ ഉറപ്പിക്കുക മാത്രമല്ല, ദൈവസഭയ്ക്ക് അധികാരം കൈമാറുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സഭയെ ഉറപ്പിക്കുക അല്ലെങ്കിൽ അധികാരം കൈമാറുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിൽ ഒന്ന്, കള്ള അപ്പോസ്തലന്മാർ, കള്ള ഇടയന്മാർ, കള്ള ഉപദേഷ്ടാക്കന്മാർ, കള്ള പ്രവാചകന്മാർ എന്നിങ്ങനെയുള്ള സൂചനകൾ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരുന്നു. കാരണം ദൈവസഭയെ തെറ്റായ ഉപദേശങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, തെറ്റായ മാർഗദിശയിലേക്ക് നടത്തുവാൻ, അനാത്മീയതയും ജഡീകതയും ദൈവസഭയ്ക്കകത്ത് കടത്തിവിടുവാൻ ശ്രമിക്കുന്നവർ ഉണ്ടാകും എന്നുള്ളത് ഒരു സൂചനയായി കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ കർത്താവ് ആഗ്രഹിച്ചതും ആശിച്ചതും എന്താണ്? ദൈവസഭ ഒരിക്കലും ഉപദേശങ്ങളുടെ ഓരോ കാറ്റിനാൽ ആടി ഉലയുവാൻ ഇടയാകരുത്. ഒരു കമ്പനിയുടേതായ പ്രൊസീജിയേഴ്സ്, റൂൾസ്, പ്രോട്ടോകോൾ, റെഗുലേഷൻസ് ഇതെല്ലാം ഉള്ളതുപോലെ ദൈവസഭയ്ക്ക് ദൈവം ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ദൈവസഭ എത്തപ്പെടുന്നില്ലെങ്കിൽ, ജനം എത്തപ്പെടുന്നില്ലെങ്കിൽ അത് വളരെ വിഷയമാണ്, പരിതാപകരമായ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ വിഷയം, ദൈവസഭയ്ക്കൊരു കാതലായ ഉപദേശമുണ്ട്. ദൈവസഭയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു നിലവാരമുണ്ട്. അതുകൊണ്ട് തെറ്റായ ഉപദേശത്തിൽ നിന്നും തെറ്റായ മാർഗത്തിൽ നിന്നും സഭയെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാൻ, ഇനി 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നാം വായിച്ച് പഠിച്ചാൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഗ്രഹിപ്പാൻ നമുക്ക് പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അവയെ പഠിപ്പില്ലാത്തവർക്കും ഉറപ്പില്ലാത്തവർക്കും മറ്റ് തിരുവെഴുത്തുകളെപ്പോലെ നമുക്ക് ഗ്രഹിക്കുവാൻ പറ്റാത്തതുമായ നിലയിലല്ല പത്രോസ് രേഖപ്പെടുത്തുന്നത്. പത്രോസ് വളരെ ലളിതമായ ഭാഷയിൽ നമ്മെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അത്
തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നു. എന്തിനാ അവർ കോട്ടിക്കളയുന്നത്? അവരുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു എന്നാണ്. അതുകൊണ്ട് ആ ഉപദേശമില്ല, ഈ ഉപദേശമില്ല, അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, അതിൻ്റെതായ തനതായ ഉപദേശത്തെ കോട്ടിക്കളയുന്ന രീതികളാണ് ഈ കാലഘട്ടത്തിൽ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്നുള്ളവരാകയാൽ ദൈവം എന്താണോ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ പാന്താവിലേക്ക് മടങ്ങി വരാൻ ദൈവസഭ ഉത്സാഹിക്കട്ടെ. ആ ഉപദേശം ഇല്ലായിരുന്നു, അങ്ങനെ ഒന്നുണ്ടായിരുന്നു കൊണ്ടാണ് ദൈവസഭയ്ക്കകത്ത് ജനം വരാത്തത് എന്നതല്ല. അതൊക്കെ മാനുഷിക അഭിപ്രായങ്ങളാണ്, മാനുഷിക ചിന്താഗതികളാണ്. എന്നാൽ ദൈവം ദൈവസഭയ്ക്ക് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആകയാൽ എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും ഈ പ്രഭാതം ധന്യകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ഈ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. നാളത്തെ പ്രഭാതം മുതൽ യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ചുള്ള വിചിന്തനം നമുക്ക് കേൾക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമുവേ.